കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായിട്ടുള്ള നല്ല പ്രഭാതത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങളെ വിനീതമായി അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ വചനവുമായി അല്പസമയം നമുക്ക് അടുത്തു വരാം. ദൈവവചന കേൾവിക്കായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ദൈവവചനം ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം. ബൈബിളുള്ള എല്ലാവരും ബൈബിൾ തുറന്ന് 6-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലേക്കാണ് ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. വീഡിയോ ഓണാക്കി ദൈവവചനം ശ്രവിക്കാൻ കഴിയുന്നവർ ദയവായി അങ്ങനെ തന്നെ ചെയ്താലും നിങ്ങളുടെ മുഖം കാണുന്നതും ദൈവവചന ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി. പടക് കയറി കടലക്കരെ കപർന്നഹൂമിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. കൊടുങ്കാറ്റടിക്കയാൽ കടൽ കോപിച്ചു. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു. അവൻ അവരോട്, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. എങ്കിലും ഇതേ സംഭവം ആവർത്തിച്ചിരിക്കുന്ന മറ്റ് സുവിശേഷത്തിലെ വേദഭാഗങ്ങൾ കൂടെ ഞാൻ നിങ്ങളോടൊന്ന് അറിയിക്കുകയാണ്. അതിൻ്റെ കാരണം, ഞാൻ ആ ഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കും. അപ്പോൾ നിങ്ങൾ അതിവിടെ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ആ ഭാഗങ്ങൾ കൂടെ പറയുന്നു. മത്തായി സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളും, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങളുമാണ് ഇതേ വിഷയം പരിശുദ്ധാത്മാവ് അവതരിപ്പിച്ചിരിക്കുന്ന മറ്റ് സുവിശേഷങ്ങളിലെ വേദഭാഗങ്ങൾ. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ ഏകദേശം 36ഓളം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയത്. എന്നാൽ സുവിശേഷകന്മാർ ഇത് ആവർത്തിച്ച് ഒരു സുവിശേഷകൻ പറഞ്ഞ് എന്നെ മറ്റേ ആളും പറയുന്നത് കൊണ്ട് അതൊരു 72-73 അത്ഭുതങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. യേശു ചെയ്ത ഈ 36ഓളം അത്ഭുതങ്ങളെ നമുക്ക് 6 കാറ്റഗറികളായി തിരിച്ചു പഠിക്കാം. ഒന്ന്, വഴിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് രക്തസ്രവക്കാരുടെ സൗഖ്യം. യായിറോസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് കർത്താവ് അവളെ സൗഖ്യമാക്കുന്നത്. 2, വീട്ടിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. കാനാവിലെ വീടും പത്രോസിന്റെ അമ്മായിമ്മയുടെ വീടുമൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. 3, ആലയത്തിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. കൂനിയായ സ്ത്രീയുടെ സൗഖ്യം ഇതിനൊരു ഉദാഹരണമാണ്. 4, മരുഭൂമിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. 5 അപ്പവും 2 മീനും കർത്താവ് വാഴ്ത്തിയതൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. 5, വെള്ളത്തിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. നമ്മൾ വായിച്ച വിഷയം അതുമായി ബന്ധപ്പെട്ടതാണ്. 6,
ശവക്കോട്ടയ്ക്കകത്ത് ചെയ്ത അത്ഭുതങ്ങൾ, അഥവാ സിമിത്തേരിക്കകത്ത് ചെയ്ത അത്ഭുതങ്ങൾ. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെ നമുക്ക് 6ആയി തിരിച്ചു പഠിക്കാം. ഒന്ന്, വഴിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ, വീട്ടിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ, ആലയത്തിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ, മരുഭൂമിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ, വെള്ളത്തിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ, ശവക്കോട്ടയ്ക്കകത്ത് ചെയ്ത അത്ഭുതങ്ങൾ. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, എല്ലാവരുടെയും പ്രതീക്ഷ മങ്ങുന്ന, എല്ലാവരുടെയും പ്രതീക്ഷ അസ്തമിക്കുന്ന ശവക്കോട്ടയ്ക്കകത്തും അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അവന്റെ പേര് തന്നെ അത്ഭുതങ്ങളുടെ മന്ത്രി എന്നാണ്. ഇന്ന് രാവിലെ സമയം ഒരത്ഭുതം ഈ ആഴ്ച അവനിൽ നിന്ന് പ്രതീക്ഷിക്കാൻ എത്ര ദൈവമക്കൾക്ക് നെഞ്ചുറപ്പുണ്ട്. ഇന്ന് പകൽ അവർ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന ഒരു അത്ഭുതത്തെ ആത്മമണ്ഡലത്തിൽ വിളിച്ചു വരുത്തുന്നവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ഈ അത്ഭുതങ്ങളിൽ വെള്ളത്തിൽ വെച്ച് ചെയ്ത അത്ഭുതമാണ് നമ്മളുടെ ചിന്താവിഷയം. സ്തോത്രം. നിരവധി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രസംഗ വിഷയമായതുകൊണ്ട് ആ ഒരു മുൻവിധിയോടെ നിങ്ങൾ ഇതിനെ സമീപിക്കരുത്. ഞാൻ വ്യത്യസ്തപരമായ ചില ചിന്തകൾ പറയാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. ഈ അത്ഭുതത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഇവിടെ കർത്താവ് ഈ അത്ഭുതം നടത്തുന്നതിന്, അത്ഭുതം നമുക്കറിയാമല്ലോ എന്താണ്, ശിഷ്യന്മാരുടെ പടകിന് നേരെ വന്ന കടൽക്ഷോഭത്തെ കർത്താവ് അവരുടെ അടുക്കൽ 4-ാം യാമത്തിൽ ഇറങ്ങി വന്ന് ശാന്തമാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ അത്ഭുതം. സ്തോത്രം. എന്നാൽ ഈ അത്ഭുതത്തിന് മുമ്പ് ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ വായിച്ച വിഷയത്തിന്റെ മുൻഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ അവിടെ മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. പ്രത്യേകിച്ച് 6-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ഒരു 15-ാം വാക്യം വരെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ പശ്ചാത്തലം കിട്ടും. ഞാൻ അതിൻ്റെ പശ്ചാത്തലം ഒന്ന് ചുരുക്കി പറയാം. 2 സംഭവങ്ങളാണ് ഇതിനു മുമ്പ് നടന്നത്. ഒന്ന്, കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് മരുഭൂമിയിൽ ജനത്തെ പോഷിപ്പിക്കുകയാണ്. സ്തോത്രം. 5 അപ്പവും 2 മീനുമേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവ് അത് വർദ്ധിപ്പിച്ച് 5000-ലധികം ആളുകൾക്ക് കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അടുത്ത സംഭവം, ജനം യേശുവിനെ അവരുടെ രാജാവാക്കി വെക്കുവാൻ വേണ്ടി ഭാവിക്കുന്നു. സ്തോത്രം. അപ്പോൾ തന്നെ ജനങ്ങൾ രാജാവാക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് യേശു വേഗന്ന് ശിഷ്യന്മാരെ അവിടുന്ന് പറഞ്ഞയച്ചിട്ട് യേശുവും അവിടുന്ന് വേഗന്ന് മാറുന്നതാണ് ഇവിടുത്തെ പശ്ചാത്തലം. എന്താണ് ഇവിടുത്തെ ആ പശ്ചാത്തലം സൂചിപ്പിക്കുന്നത്? ജനം നോക്കിയപ്പം 5 അപ്പം കൊണ്ട് 5000 പേർക്ക് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർ വിചാരിച്ചു, ഇയാളെ പിടിച്ച് രാജാവാക്കുകയാണെങ്കിൽ ഞങ്ങൾക്കിനി ആയുസിൽ ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ട് വരികയില്ലല്ലോ. അന്നത്തെ കാലത്ത് 85% ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു ആളുകൾ ചെലവാക്കിയിരുന്നത്. അപ്പോൾ ഇനി ഇദ്ദേഹത്തെ രാജാവാക്കുകയാണെങ്കിൽ ഇദ്ദേഹം അത് ഭക്ഷണം വർദ്ധിപ്പിക്കുന്ന ആളായതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ചെലവിന്റെ ആവശ്യം വരത്തില്ലല്ലോ എന്ന് കരുതി ജനം യേശുവിനെ രാജാവാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നും ആളുകൾക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ആളുകളുടെ പുറകെ പോയി അവരുടെ നേതൃത്വമാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. കർത്താവിന്റെ കാലത്ത് ആരംഭിച്ചതാണ്. സ്തോത്രം. അങ്ങനെ ഈ ജനത്തിന്റെ ഒരു സ്വഭാവം തന്നെ രാജാവാക്കാൻ തുടങ്ങുന്ന ചിന്ത കണ്ടിട്ട് കർത്താവ് വേഗം അവിടുന്ന് പോകുകയാണ്. കർത്താവ് പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, കർത്താവ് ശിഷ്യന്മാരോട് വേഗം അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിക്കുകയാണ്. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അറിയാം, ശിഷ്യന്മാർക്ക് അക്കരയ്ക്ക് പോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ അപ്പം ഇരിക്കുന്നു. സ്തോത്രം. ഇവിടുത്തെ
വലിയ ഉണർവൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കർത്താവിന് ഇവരെ വേഗം കർത്താവ് ഈ വിഷയങ്ങൾ കണ്ടിട്ട് അക്കരയ്ക്ക് പോകാൻ നിർബന്ധിക്കുകയാണ്. നിങ്ങൾ മത്തായി സുവിശേഷം 14:22 വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ശിഷ്യന്മാരെ നിർബന്ധിച്ചു എന്നാണ്. സ്തോത്രം. ശിഷ്യന്മാർ എവിടേക്കാണ് പോകുന്നത്? അക്കരയ്ക്ക് പോകുകയാണ്. യേശു എന്നിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി എന്നും മത്തായി സുവിശേഷം വളരെ വ്യക്തമാക്കുന്നു. സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകാൻ യേശു നിർബന്ധിച്ചു. എന്നിട്ട് യേശു പ്രാർത്ഥിക്കുവാൻ തനിച്ച് മലയിൽ കയറിപ്പോയി. അപ്പോൾ ശിഷ്യന്മാർ പോകുന്ന സ്ഥലം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഒന്ന്, ബേത്സയിദ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ശിഷ്യന്മാർ യാത്ര പുറപ്പെടുന്നത്. അവിടെയാണ് കർത്താവ് ഈ 5 അപ്പവും അത് 2 പേരും 5000 പോഷിപ്പിച്ചത്. അപ്പോൾ ബേത്സയിദയിൽ നിന്ന് കർത്താവ് ഇപ്പോൾ പോകുന്നത്, അല്ല, ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞയക്കുന്നത് കബർന്നഹൂമിലേക്കാണ്. സ്തോത്രം. കബർന്നഹൂമിലേക്കാണ്. സ്തോത്രം. അത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ വ്യക്തമാണ്. അപ്പോൾ ശിഷ്യന്മാർ ഇപ്പോൾ ബേത്സയിദയിൽ നിന്ന് കബർന്നഹൂമിലേക്ക് കടൽ വഴിയായി പോകുകയാണ്. ഏത് കടലാ? ഗലീല കടൽ. ഇതിനെ കടലെന്നൊന്നും വിളിക്കാൻ പറ്റുകയില്ല. ആക്ച്വലി ഇതൊരു തടാകമാണ്. സ്തോത്രം. പിന്നെ നോട്ടത്തിലും കാഴ്ചയിലും ഇതൊരു കടലായി തോന്നും. അതിനൊരു കാരണമുണ്ട്. സ്തോത്രം. ആകെ ഈ ഗലീല കടൽ എന്ന് പറയുന്നത് ആകെ 13 കിലോമീറ്റർ വീതിയും 21 കിലോമീറ്റർ നീളമേ ഉള്ളൂ. ഒരു കടലിന്റെ നീളം 21 കിലോമീറ്ററേ ഉള്ളൂ പ്രിയരെ. സ്തോത്രം. പക്ഷെ ഗലീല കടൽ അത്രേ ഉള്ളായിരുന്നു. 13 കിലോമീറ്റർ വീതിയും 21 കിലോമീറ്റർ നീളവും. ഇതൊരു തടാകമായിരുന്നു. കാരണം യോർദാൻ നദി ഇതിനകത്തൂടെയാണ് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ ഇതൊരു തടാകമായിരുന്നു. പിന്നെ ഇതിനെ കാഴ്ചയിലും നോട്ടത്തിലും ഒക്കെ ഇതിനെ ഒരു കടലായി തോന്നും. അതിന്റെ കാരണം ഈ ഗലീല കടലിന്റെ 2 ഭാഗത്തും നിൽക്കുന്ന 2 കൂറ്റൻ മലനിരകളുണ്ട്. ആ മലനിരകളിൽ നിന്ന് കൊടിയ കാറ്റുകൾ ഈ ഗലീല കടലിലെ വെള്ളങ്ങളിൽ വന്ന് ആഞ്ഞു പതിക്കുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് തിരമാലകൾ, അലയൊലികൾ ഇങ്ങനെ ഉയരുമായിരുന്നു. സ്തോത്രം. ഈ അലയൊലികളാണ് ഈ ഗലീല കടലിനെ കടൽ എന്ന വിശേഷണത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം. സ്തോത്രം. അല്ലെങ്കിൽ ഇതിനെ ഒരു കടൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ യാത്ര അയക്കുന്നത്, നിർബന്ധിച്ച് അയക്കുന്നത് ഈ ഗലീല കടൽ വഴിയാണ്. ഈ ഗലീല കടലിൽ കൂടെ ശിഷ്യന്മാർ ബേത്സയിദയിൽ നിന്ന് കബർന്നഹൂമിലേക്ക് പോവുകയാണ്. സ്തോത്രം. കബർന്നഹൂമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ശിഷ്യന്മാരെ ബേത്സയിദയിൽ നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്ററോളം അവർ സഞ്ചരിച്ചു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കടലിന്റെ ഒത്ത നടുക്ക് അവർ എത്തിയിട്ടുണ്ട്. സ്തോത്രം. ഒത്ത നടുക്ക് അവർ എത്തുമ്പോഴാണ് ഒരു വലിയ പ്രതിസന്ധി അവരെ നേരിടുകയാണ്. എന്താണ് പ്രതിസന്ധി? പ്രകൃതി ആകെ മാറി കടൽ അവർക്ക് നേരെ ഇളകാൻ തുടങ്ങി. ഈ കടൽക്ഷോഭമൊക്കെ 1000 പ്രാവശ്യം കണ്ടിട്ടുള്ള ശിഷ്യന്മാരാണിവർ. സ്തോത്രം. കാരണം ഇവരുടെ പശ്ചാത്തലം മുക്കുവ പശ്ചാത്തലങ്ങളാണ്. സാധാരണപ്പെട്ട വിഷയങ്ങളിലൊന്നും പേടിക്കുന്ന ആളുകളല്ല ഇവർ. പക്ഷേ ഈ പ്രതിസന്ധി 4-ാം യാമം വരെ നിലനിൽക്കുകയാ. സ്തോത്രം. പെട്ടെന്ന് തീരുന്നില്ല, ഇതിങ്ങനെ നീണ്ടു നിൽക്കുക. സ്തോത്രം. പടകുലയാൻ തുടങ്ങി, തിരകൾ ഇവർക്ക് നേരെ പൊങ്ങുവാൻ തുടങ്ങി. ശിഷ്യന്മാർ ഭയപരവശരായി. അവർ വലിയ രീതിയിൽ അസ്വസ്ഥപ്പെടുകയാണ്. സാധാരണ രീതിയിൽ ഒരു പ്രകൃതിക്ഷോഭമൊക്കെ വന്നാൽ അതിനകത്ത് രക്ഷപ്പെടാനുള്ള ചെറിയ പരിപാടികളൊക്കെ ശിഷ്യന്മാർക്കറിയാം, അവർ മുക്കുവന്മാരായതുകൊണ്ട്. ഇനി വെള്ളം കോരി, അതേ പടകിൽ വെള്ളം കയറിയാൽ അത് കോരിക്കളയാനും കാറ്റധികം വീശാതിരിക്കാനൊക്കെ പല കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർക്ക് അറിയാം. പക്ഷെ ഇവിടെ എല്ലാ ശ്രമവും ഇവിടെ പരാജയപ്പെടുകയാണ്. അതാണ് ഇവരുടെ ഉള്ളിൽ ഭയം വന്നതും ഇവർ ഭയപരവശരായതിൻ്റെയും കാര്യം. സ്തോത്രം.
ഈ സമയം കർത്താവ് എവിടെയാണ്? കർത്താവ് പർവ്വതത്തിൽ പ്രാർത്ഥനാ നിരതനാണ്. പ്രൈസ് ഗാഡ്. പ്രിയരെ, ഞാൻ ഇന്ന് ഈ അത്ഭുതം നിങ്ങളുമായി പങ്കുവെക്കാൻ കാരണം, യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം ഞാൻ പരിശോധിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളിലെല്ലാം ഒരത്ഭുതമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. യേശു ചെയ്ത അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം ഏതാ? മരിച്ചവരെ ഉയർപ്പിച്ചതാ. അതിനകത്ത് ഒരൊറ്റ അത്ഭുതമേ ഉള്ളൂ. ഏതാ? ഉയർപ്പിക്കൽ. ലാസറിനെ ഉയർപ്പിച്ചു. അതിലുള്ള ഏക അത്ഭുതം ലാസർ ഉയർത്തതാ. വിധവയുടെ മകനെ ഉയർപ്പിച്ചു. അതിലെ ഏക അത്ഭുതം വിധവയുടെ മകൻ ഉയർത്തതാ. യായിറോസിന്റെ മകൾ ഉയർത്തു. അതിലെ ഏക അത്ഭുതം ആ പെൺകുട്ടി ഉയർത്തതാ. പക്ഷെ ഇവിടെ ഈ സംഭവത്തിൽ ഞാൻ നോക്കിയപ്പം ഏകദേശം 6 അത്ഭുതങ്ങൾ ഈ ഒറ്റ പ്രവൃത്തിയിലുണ്ട്. വെറുതെ ഞാൻ നിങ്ങളെ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാം. സ്തോത്രം. ഒന്നാമത്തെ അത്ഭുതം, യേശു കടലിന്മേൽ നടക്കുന്നതാണ്. സ്തോത്രം. രണ്ടാമത്തെ അത്ഭുതം, പത്രോസ് അതേ വെള്ളത്തിന്മീതെ, അതേ കടലിന്മീതെ നടക്കുന്നതാണ്. മൂന്നാമത്തെ അത്ഭുതം, യേശു കടൽ ക്ഷോഭത്തെ ശാന്തമാക്കുന്നു. നാലാമത്തെ അത്ഭുതം, ഇവിടെ ഉള്ളത്തിലെ ക്ഷോഭത്തെ, ഭയത്തെ കർത്താവ് ശാന്തമാക്കുന്നു. അഞ്ചാമത്തെ അത്ഭുതം, സ്തോത്രം, യേശു പർവ്വതത്തിൽ ഇരുന്ന് യേശു പർവ്വതത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അത്രയും ദൂരത്തുനിന്ന് ഇവരുടെ പ്രതിസന്ധിയെ കണ്ടതാണ്. സ്തോത്രം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ വിഷയത്തിലേക്ക് വരും. സ്തോത്രം. ആറാമത്തെ അത്ഭുതം, സ്തോത്രം, അവർ എത്തുകയില്ല എന്ന് കരുതിയ ദേശത്ത് അവർ എത്തിയതാണ്. നോക്കിക്കേ, 6 അത്ഭുതങ്ങൾ. പർവ്വതത്തിൽ, അത്രയും ഉയരമുള്ള പർവ്വതത്തിൽ അത്രയും ദൂരത്ത് നിന്ന് ശിഷ്യന്മാരുടെ ഈ അവസ്ഥ യേശു കണ്ടു. യേശു പടകിൻ അത് കയറുവാൻ വെള്ളത്തിന്മീതെ നടന്നു. പത്രോസ് കടലിന്റെ മീതെ നടന്നു. സ്തോത്രം. കടൽക്ഷോഭത്തെ കർത്താവ് ശാന്തമാക്കി. ഇവരുടെ ഉള്ളിലെ ക്ഷോഭത്തെ കർത്താവ് മാറ്റി. ഇവരെ എത്തിക്കേണ്ട സ്ഥലത്ത് കർത്താവ് എത്തിച്ചു. നോക്കി, 6 അത്ഭുതം. ദൈവാത്മാവിനോട് പറയുന്നു, നിങ്ങൾക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കുക, ഒറ്റ പ്രവൃത്തിയിൽ 6 മേഖലയിലുള്ള ഒരു അത്ഭുതം. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ആഴ്ചയിൽ ഒരൊറ്റ പ്രവൃത്തിയിൽ ജീവിതത്തിന്റെ പല മേഖലകളുടെ ചരിത്രം മാറാൻ പോവുകയാണ്. സ്തോത്രം. ഒരൊറ്റ പ്രവൃത്തിയിൽ ജീവിതത്തിന്റെ പല മേഖലകൾക്കകത്ത് അത്ഭുതങ്ങളുടെ പരമ്പര, ഒരു പാക്കേജ് മിറക്കിൾ യേശുവിന്റെ നാമത്തിൽ ചിലരുടെ വീടുകൾക്കകത്തേക്ക് ആത്മാവിൽ ഞാൻ കൈമാറുകയാണ്. വിശ്വസിച്ച് ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തു. നിന്റെ വീടിനകത്ത് നീ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ, ചിന്തിക്കാത്ത സമയങ്ങളിൽ ദൈവപ്രവൃത്തി ഒരു പാക്കേജായി, ഒന്നിലധികം അത്ഭുതങ്ങളായി നിന്റെ കൂടാരത്തിനകത്തേക്ക് വെളിപ്പെടാൻ പോകുന്നു. ഈ ദൂതിന് ആത്മാവിൽ പ്രതികരിക്കാൻ കഴിയുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. മടങ്ങി വരട്ടെ. സ്തോത്രം. ഞാൻ ഈ വിഷയത്തിനകത്തുനിന്ന് അതിപ്രധാനപ്പെട്ട അഞ്ച് കുറിപ്പുകൾ, സ്തോത്രം, അതിപ്രധാനപ്പെട്ട 6 പറയണമെന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ സമയം കുറവായതുകൊണ്ട് 5 കുറിപ്പുകൾ ഈ വിഷയത്തിൽ നിന്ന്, 5 പ്രമേയങ്ങൾ, 5 ദൂതുകൾ ഞാൻ നിങ്ങളോട് കൈമാറുകയാണ്. സ്തോത്രം. ഒന്നാമത്തെ ദൂതിലേക്ക് നമുക്ക് പോകാം. സ്തോത്രം. ഈ വിഷയത്തിൽ നിന്നൊരു 5 ദൂതുകൾ. സ്തോത്രം. ഒന്നാമത്തെ വിഷയം, ദൈവഹിതപ്രകാരം നാം സഞ്ചരിച്ചാലും നമുക്ക് വഴിയിൽ പ്രതിസന്ധികൾ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതാണ് ഒന്നാമത്തെ കുറിപ്പ്. നിങ്ങൾ ഈ ഭാഗം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എന്താ? മത്തായി സുവിശേഷത്തിൽ നമ്മൾ എന്താ വായിച്ചത്? 14:22-23 വാക്യങ്ങളിൽ യേശു അവരെ നിർബന്ധിച്ചയക്കുകയാണ് അക്കരയ്ക്ക്. അപ്പോൾ ഈ യാത്രയുടെ പുറകിലെ അതേ ഉദ്ദേശം, കർത്താവ് ആണ് ഇവരെ അയക്കുന്നത്.
ഇവർ ദൈവഹിതപ്രകാരമായ യാത്ര ചെയ്യുന്നത്, ശിഷ്യന്മാരുടെ ഇഷ്ടപ്രകാരമല്ല. യേശുവിന്റെ ഇഷ്ടപ്രകാരം, യേശുവിന്റെ ഹിതപ്രകാരമാണ് ഇവർ കവർണ്ണഭൂമിയിലേക്ക് ബേത്സേദയിൽ നിന്ന് പോകുന്നത്. ആ യാത്രയിലാണ് ഇവർ ഗുരുതരമായ കടലാക്രമണത്തിന് ഇരയാകുന്നത്. സ്തോത്രം. അപ്പോൾ ഈ യാത്രയ്ക്കകത്ത് ഒരു ദൈവഹിതമുണ്ട്. എന്തിനാ പ്രിയരെ നമ്മൾ ദൈവഹിതം നോക്കുന്നത്? നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് പ്രവാചകന്മാരിലൂടെയോ വചനത്തിലൂടെയോ ഒക്കെ ദൈവഹിതം എന്തിനാണ് ആരായുന്നത്? നമ്മൾ ഇറങ്ങുന്ന വിഷയം സ്മൂത്തായി നടക്കണം, തടസ്സമില്ലാതെ നടക്കണം, പ്രതിസന്ധി ഉണ്ടാകരുത്. അതിനാണ് നമ്മൾ എല്ലാവരും ദൈവഹിതം നോക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവഹിതമാണെങ്കിലും നിങ്ങളുടെ വിഷയത്തിൽ പ്രതിസന്ധി ഉണ്ടാകാം. ദൈവഹിതമാണെങ്കിലും നിങ്ങളുടെ വിഷയത്തിനകത്ത് ഗുരുതരമായ പോരാട്ടങ്ങൾ അനുഭവിക്കാം. ദൈവഹിതമാണെങ്കിലും നിങ്ങളുടെ വിഷയത്തിനകത്ത് പ്രതികൂലങ്ങളിലൂടെ നിങ്ങൾ പോകും. സ്തോത്രം. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ആ ദൈവഹിതത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാണന് നേരെ കയറി വരുന്ന പ്രതിസന്ധിയുടെ നടുവിൽ 4-ാം യാമത്തിൽ പ്രതീക്ഷ അസ്തമിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കുറുകിപ്പോകാത്ത കരം അവിടെ നിന്നെ സഹായിക്കാൻ വരും. സ്തോത്രം. അതുകൊണ്ട് ദൈവഹിതത്തിൽ സഞ്ചരിക്കുന്നവർ പ്രതിസന്ധികൾ ഇല്ല എന്ന് ചിന്തിക്കരുത്. പ്രതിസന്ധികളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. പക്ഷേ ഫൈനലി നീ അതിനകത്ത് അവസാനിക്കത്തില്ല, നീ അതിൽ മുങ്ങി താഴത്തില്ല, നീ അതിനകത്ത് തീർന്നു പോകത്തില്ല. നിന്നെ രക്ഷിപ്പാൻ, നിന്നെ വലിച്ചു പുറത്തെടുക്കാൻ അദൃശ്യനായ ദൈവത്തിൻ്റെ കരം നിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങി വരുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് വിശ്വസിക്കുക, ഇത് ദൈവഹിതത്തിലുള്ള ഒരു പ്രത്യേകതയാണ്. ചില ആളുകൾ ചിന്തിക്കുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പം, അത് പാപം ചെയ്തത് കൊണ്ടായിരിക്കാമെന്നാണ്. യഹൂദന്മാരിൽ പോലും അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ കുരുടനായിരുന്നപ്പോൾ അവർ ചോദിച്ചു, ഇത് ഇവന്റെ പാപം കൊണ്ടാണോ, ഇവന്റെ അപ്പൻ്റെ അമ്മമാരുടെ പാപം കൊണ്ടാണോ? കർത്താവ് പറഞ്ഞു, നോ, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. പാപം ചെയ്തത് കൊണ്ടല്ല പ്രിയരെ നിങ്ങൾ ആ പ്രതിസന്ധിയിൽ വരുന്നത്, നിങ്ങൾക്ക് ആ പ്രതികൂലം വരുന്നത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. ഫൈനലി നിങ്ങൾക്കത് മനസ്സിലാകും. അതുവഴി കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടിയാണ്. ഇന്ന് രാവിലെ നിങ്ങൾ ചിലപ്പോൾ ജോലിയിലാകാം, ശുശ്രൂഷയിലാകാം, ഭൗതികമാകാം, ആത്മീകമാകാം, എവിടെയൊക്കെ നിങ്ങൾ വലയുന്നുണ്ടാകാം, നിങ്ങൾ പ്രതിസന്ധിയിലൂടെ പോകുന്നുണ്ടാകാം. സങ്കടപ്പെടേണ്ട, തിരിഞ്ഞു നോക്കണ്ട, സംശയിക്കേണ്ട. നിങ്ങൾ ദൈവഹിതത്തിൽ തന്നെയാണ്, നിങ്ങൾ ദൈവഹിതത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ പ്രതിസന്ധിയെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ കരം ഫൈനലി 4-ാം യാമത്തിൽ അവിടെ ഇറങ്ങിയിരിക്കുമെന്ന് ദൈവാത്മാവ് 1-ാമത്തെ കുറിപ്പിലൂടെ നിങ്ങളോട് ഇടപെടുകയാണ്. സ്തോത്രം. ഇനി 2-ാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് പോകാം. സ്തോത്രം. 2-ാമത്തെ വിഷയം, ഏത് കഷ്ടതയ്ക്കകത്തും ഏത് പ്രതിസന്ധിക്കകത്തും നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം ഒന്ന് വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക്. സ്തോത്രം. നമുക്ക് അത് അല്പസമയം കഴിഞ്ഞിട്ട് വായിക്കാം. വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം. ഈ കുറിപ്പൊന്ന് നമുക്ക് ബോധ്യമാക്കാം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. 48-ാമത്തെ വാക്യം. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ആ പദം അണ്ടർലൈൻ ചെയ്യണം, അവൻ കണ്ടു. 2-ാമത്തെ നമ്മുടെ കുറിപ്പ്, ഏത് കഷ്ടതയ്ക്കകത്തും ഏത് പ്രതിസന്ധിക്കകത്തും നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ മർക്കോസ് 6:48 പറയുന്നു, അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു. എവിടെ ഇരുന്നാ കണ്ടത്? യേശു ആ സമയത്ത് എവിടെയാണ്? പർവ്വതത്തിലാണ്, പ്രാർത്ഥനയിലാണ്. ഇവർ ദൂരെ കടലിന്റെ ഒത്ത നടുക്ക. പക്ഷേ ആ പ്രാർത്ഥനയ്ക്കൊക്കെ തിരിക്കുമ്പോഴും പർവ്വതത്തിലിരിക്കുമ്പോഴും തൻ്റെ ശിഷ്യന്മാർ വലയുന്നത്, തണ്ട് വലിച്ച് വലയുന്നത്
പ്രാർത്ഥനാ മുറിയിലിരുന്ന് കർത്താവ് കണ്ടു. കുഞ്ഞെ, കർത്താവ് വളരെ ദൂരത്താണെന്ന് നീ കരുതരുത്. സ്തോത്രം. നിന്റെ വിഷയം എത്ര ഘോരമാണെങ്കിലും, നീ എത്ര വലിയ പ്രതിസന്ധിക്കകത്താണെങ്കിലും, നിന്നെ പലരും കണ്ടിട്ടും കാണാതെ പോയാലും, ഒരു കാര്യം ദൈവാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. സ്തോത്രം. അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നിന്റെ പ്രതിസന്ധിയുടെ ആഴങ്ങൾ അവൻ കണ്ടുകൊണ്ടിരിക്കുക. ആരും നിന്നെ കാണുന്നില്ല, ഞാൻ തനിച്ചാണ്, ഒറ്റപ്പെട്ടു പോയെന്ന് കരുതരുത്. അവൻ ദൂരത്തിരുന്ന്, പർവ്വതത്തിലിരുന്ന് നീ വലയുന്നത്, നീ വിഷമിക്കുന്നത് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാരോട് പറയുന്നു, കുഞ്ഞെ, ഈ ആഴ്ച അവൻ നിന്നെ കണ്ടു എന്നുള്ളതിന്റെ തെളിവ് വെളിപ്പെടാൻ പോകുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ എന്താ മോശയോട് പറഞ്ഞത്? ഞാൻ എൻ്റെ ജനത്തിന്റെ നിലവിളി കണ്ടു, ഞാൻ അവരുടെ നിലവിളി കേട്ടു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കുളക്കരയിൽ കിടന്ന രോഗിയുടെ സംഭവം നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇന്ന് രാവിലെ നിന്റെ കിടപ്പ്, നിന്റെ നടപ്പ്, നിന്റെ അവസ്ഥ, നിന്റെ ഇല്ലായ്മ, നിന്റെ വേദന എല്ലാം കാണുന്ന ഒരു കർത്താവ്. നമ്മുടെ കർത്താവിന്റെ പേര് തന്നെ കാണുന്നവൻ എന്നാണ് പ്രിയരെ. നമ്മുടെ ദൈവത്തിന്റെ പേര് തന്നെ എന്താ? കാണുന്നവൻ എന്നാണ്. നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഹാഗറിന്റെ ചരിത്രം കാണാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ ഹാഗർ ദൈവത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. 16-ാം അധ്യായം 13-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 16-13. എന്നാറെ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ എന്ന് പറഞ്ഞു. എന്താ അവൾ പറഞ്ഞത്? അബ്രഹാമിനെയും സാറായെയും വിട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുകയാണ്. അവൾക്ക് ആ വീട്ടിൽ എന്തൊക്കെയോ പ്രതിസന്ധി ഉണ്ടായി, പീഡനമുണ്ടായി. പക്ഷെ ദൂതൻ അവളെ എതിരേറ്റ് അവളെ തിരിച്ച് മടക്കിയ വീട്ടിലേക്ക് വിടുകയാണ്. ദൂതൻ അവളെ വിടുമ്പോൾ ഒരു പിടി വാക്തത്വങ്ങൾ ജനിക്കാൻ പോകുന്ന തലമുറയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് വിടുന്നത്. ഇതിനനന്തരം ഈ വാക്തത്വങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഹാഗർ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ഒരു പരാമർശമാണ്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ ഇന്നലകളിൽ അബ്രഹാമിന്റെ വീട്ടിലായിരുന്നപ്പോൾ, ഞാൻ ഇസ്രായേലിലായിരുന്നപ്പോൾ, ഞാൻ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകൾ കൂടെ കടന്നുപോയോ അവിടെ എല്ലാം എന്നെ കാണുന്ന ഒരുവനുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മരുഭൂമിയിൽ ഞാൻ ഓടിപ്പോകുമ്പോൾ തനിച്ചാക്കപ്പെട്ട സന്ദർഭത്തിലും എന്നെ കാണുന്നവൻ എൻ്റെ പിന്നാലെ. പ്രിയരെ, പരിശുദ്ധാത്മാവ് പറയുന്നു, അവന്റെ കണ്ണുകളെ ഒഴിച്ച് നിനക്കൊരിടത്തും പോകാൻ കഴിയില്ല. എന്താ സങ്കീർത്തനം പറയുന്നത്? അവൻ സർവ്വവ്യാപിയാണ്. നീ അതേ പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാലും, ഭൂമിയുടെ അറ്റത്ത് പോയി കിടക്ക വിരിച്ചാലും, സ്വർഗത്തിൽ പോയി കിടക്ക വിരിച്ചാലും അവനെ കാണാതെ, അവന്റെ കണ്ണിനെ ഒഴിച്ച് നിനക്ക് പോകാൻ കഴിയില്ല. സ്തോത്രം. നീ എന്താ വിചാരിച്ച? നീ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നീ ഒറ്റയ്ക്കിരുന്ന് ഗൽഗതം പറഞ്ഞതും നെടുവീർപ്പിട്ടതും ആരും അറിയാതെ കണ്ണു നിറഞ്ഞതും ഒന്നും കാണുന്നില്ലെന്നാണോ? സ്തോത്രം. അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ആരുടെയൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ കാണുന്നില്ല എന്ന് നീ ധരിക്കരുത്. അവൻ നിന്നെ എപ്പോഴും 24 അവേഴ്സും അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മെ കാണുന്നവനാണ്. സ്തോത്രം. ഇതാ ഹാഗർ പറയുന്നു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ. അപ്പോൾ ശിഷ്യന്മാർ തണ്ട വലിച്ചു വലയുന്നത് പർവ്വതത്തിലിരുന്ന് കാണുന്ന കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ഏത് പ്രതിസന്ധിക്കകത്തും നിന്നെ കാണുന്ന ഒരുവനുണ്ട്. പ്രൈസ് ഗാഡ്. 3-ാമത്തെ കുറിപ്പിലേക്ക് വരികയാണ്. 3-ാമത്തെ കുറിപ്പ്, നിന്റെ ഏതു കഷ്ടതയ്ക്കകത്തും നിന്റെ കൂടെ വരുന്ന ദൈവം. സ്തോത്രം. നിന്റെ ഏത് കഷ്ടതയ്ക്കകത്തും ഏത് പ്രതിസന്ധിക്കകത്തും നിന്റെ കൂടെ വരുന്ന ദൈവം.
ഇതൊരു അല്പം വിശദീകരിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ ഓർത്തു വയ്ക്കുക, ഈ കഷ്ടത നടക്കും. ശിഷ്യന്മാർ പർവ്വതത്തിൽ ഇരുന്ന് കർത്താവായ യേശു ക്രിസ്തു ഇവരെ ശ്രദ്ധിക്കുകയാണ്. ശിഷ്യന്മാർ കടലിൽ വലയുകയാണ് ഈ വിഷയം നടക്കുമ്പോൾ. യേശു പർവ്വതത്തിലാണ്. കർത്താവിന് ആ പർവ്വതത്തിൽ ഇരുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ പോരെ പ്രിയരെ, കടൽ ശാന്തമാകത്തില്ലേ? ഓൺ ദ സ്പോട്ടിൽ കടൽ ശാന്തമാകും. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? അങ്ങനെ കൽപ്പിച്ചില്ല. പകരം കർത്താവ് ആ പർവ്വതത്തിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങി വരികയാണ്. സ്തോത്രം. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ തിരുവെടുത്ത് ഒന്ന് ചിന്തിച്ചു നോക്കി. കർത്താവായ യേശു ക്രിസ്തുവിന് ആ പർവ്വതത്തിൽ ഇരുന്ന് ഒരു വാക്ക് കൽപ്പിച്ച കർത്താവിന് എന്ത് ചെയ്യാം? ഇവരുടെ കടൽക്ഷോഭത്തെ അവസാനിപ്പിക്കാം. പക്ഷേ കർത്താവ് ചെയ്തത് അവിടെ ഇരുന്ന് കൽപ്പിക്കുകയല്ല, പിന്നെ അവിടെ നിന്ന് അവൻ കടലിലേക്ക്, ഇവരെവിടെയാണോ വലയുന്നത് അവിടേക്ക് യേശു ഇറങ്ങി വരികയാണ്. സ്തോത്രം. നിങ്ങൾ ഓർത്തു വയ്ക്കേ, പർവ്വതത്തിൽ നിന്ന് കടലിലേക്കൊരു വഴി അസാധ്യമാണ്. ഏതായാലും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി താഴെ വന്നിട്ട് കടലിൽ കൂടെ നടന്നു വരികയല്ലായിരുന്നു. പർവ്വതത്തിൽ നിന്നൊരു വഴി കടലിലേക്ക് അസാധ്യമാണ്. പണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ഇപ്പൊ വിളിച്ച 12 ലഗ്യോനിലധികം ദൂതന്മാർ വരുമെന്ന്. ഒരു ലഗ്യോൻ നമുക്കറിയാം 6000 എങ്കിൽ 12 ലഗ്യോൻ 72,000. കർത്താവിന് പർവ്വതത്തിൽ നിന്ന് കടലിലേക്കൊരു വഴി ദൂതന്മാരായിരിക്കാം വെട്ടിയത്. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദൈവാത്മാവ് പറയുന്നു, പർവ്വതത്തിൽ നിന്ന് കടലിലേക്കൊരു വഴി അസാധ്യമാണ്. പക്ഷേ അസാധ്യമെന്ന് കരുതിയ സ്ഥലത്ത് പർവ്വതത്തിൽ നിന്ന് കടലിലേക്കൊരു വഴി വെട്ടി തുറന്ന് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് യേശു വരികയാണ്. ആത്മാവ് ചിലരോട് പറയുന്നു, അസാധ്യമാണെന്ന് നീ കരുതിയ ചില മേഖലകളിൽ നിനക്ക് വേണ്ടി ചില വഴികളെ വെട്ടി തുറക്കാൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നുവെന്ന് ആത്മാവ് ആരോട് പറയുമ്പോൾ, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത ചില സ്ഥലങ്ങളിൽ, നിനക്ക് അത് ബുദ്ധിമുട്ടായ ചില മേഖലകളിൽ കർത്താവ് വഴി വെട്ടി തുറക്കാൻ പോകുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുന്നു, യേശു കടലിന്റെ മീതെ നടന്നു വരികയാണ്. എന്തിനാണ് കടലിന്റെ മീതെ യേശു നടന്നു വരുന്നത്? സ്തോത്രം. യേശു കടലിന്റെ മീതെ നടന്നു വരുന്നത് അവരുടെ കഷ്ടതയിൽ അവരോടുകൂടെ പങ്കാളിത്തം വഹിക്കുകയാണ്. അല്ലെ, പർവ്വതത്തിൽ ഇരുന്ന് കർത്താവിന്, സ്തോത്രം, ഈ വിഷയത്തെ ശാസിച്ചാൽ മതി. പക്ഷെ കർത്താവ് അവരുടെ കൂടെ പങ്കാളിത്തം വഹിക്കുകയാണ്. നിങ്ങൾക്ക് വേദപുസ്തകം വായിച്ചാൽ നിരവധി സംഭവങ്ങൾ കാണാം. യെശയ്യാ പ്രവചനം 63:9 അവിടെ വ്യക്തമായി നമ്മുടെ ദൈവത്തെക്കുറിച്ചൊരു പിക്ചർ പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 63:9. സ്തോത്രം. നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം പെട്ടത്. അവിടെ സമൂഹദൂതനെ കുറിച്ചാണ് പറയുന്നത്. സമൂഹദൂതൻ എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. 63:9 പറയുന്നു, സ്തോത്രം, അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവന്റെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു. കണ്ടോ, അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. ആര്? സമൂഹദൂതൻ. അപ്പോൾ നമുക്കൊരു കഷ്ടത വരുമ്പോൾ ആ കഷ്ടതയ്ക്കകത്ത് നമ്മോടുകൂടെ കഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആ കഷ്ടതയ്ക്കകത്ത് നമ്മോടുകൂടെ കഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ തനിച്ചല്ല, നമ്മോടുകൂടെ കഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, സർവശക്തൻ എൻ്റെ വീട്ടിൽ പാർത്തു, എന്നോട് സഖ്യത ചെയ്തെന്ന്. എന്താ ഈ സഖ്യത എന്ന് പറഞ്ഞാൽ? രാഷ്ട്രീയ പാർട്ടികളിൽ കണ്ടുവരുന്ന ഒരു പദമാണ് സഖ്യത ചെയ്യുക. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഗുണമാണെങ്കിലും നഷ്ടമാണെങ്കിലും, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും, പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും, സഖ്യകക്ഷികളാണെങ്കിൽ ഒരുമിച്ചാണ് അത് അനുഭവിക്കേണ്ടത്. നിന്റെ വീട്ടിൽ ദൈവമാണ് നിന്റെ സഖ്യകക്ഷി. ദൈവമാണ് നിന്റെ സഖ്യകക്ഷിയെങ്കിൽ നിന്റെ ഏത് കഷ്ടതയും നീ തനിച്ചല്ല, നിന്റെ കൂടെ അനുഭവിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പ്രിയരെ,
എന്താ നമ്മൾ കണ്ടത്? 3 ബാലകന്മാർ തീച്ചൂളൽ വീണപ്പം ദൈവത്തിന് ഒരു അത്ഭുതം പ്രവർത്തിക്കാമായിരുന്നു. പക്ഷെ കർത്താവ് അതല്ല ചെയ്തത്. അവരുടെ കൂടെ ആ തീക്കകത്തേക്ക് ഇറങ്ങി വന്നു. 4-മനായി ഇറങ്ങി വരികയാണ്. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ചു, 4-മൻ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർക്ക് തീക്ക് വെളി വരാമായിരുന്നു. പക്ഷെ അവർ തീക്ക് വെളി വന്നില്ല. നെബൂഖദ്നേസറാ പറഞ്ഞത്, അതുകൊണ്ട് 4-മൻ ഒരുവൻ അതിനകത്തോട് നടക്കുന്നു. എന്താ ബാലകന്മാരെ നിങ്ങൾ തീക്ക് വെളിയിൽ വരാഞ്ഞത്? അവർ പറയും, കർത്താവില്ലാതെ തീയുടെ വെളിയിൽ കൂടെ നടക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ കൂടെ തീക്കകത്തോടെ നടക്കുന്നതാണ് നല്ലതെന്ന്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവില്ലാതെ സുഖകരമായി ജീവിക്കുന്നതിനേക്കാൾ കർത്താവിനോടൊപ്പം പ്രതിസന്ധി കൂടെ ജീവിക്കുന്നതല്ലേ നല്ലത്? സ്തോത്രം. ഇന്ന് രാവിലെ ദൈവാത്മാവ് ചിലരോട് പറയുന്നു, അവൻ നിന്റെ പ്രതിസന്ധികളിൽ ദൂരത്ത് നിന്ന് കാണുക മാത്രമല്ല, അവൻ നിന്റെ പ്രതിസന്ധികളിൽ നിന്നോടൊപ്പം അവൻ ഇറങ്ങി വന്ന പ്രതിസന്ധികളിൽ പങ്കാളിയാകുന്നൊരു ദൈവമാണ്. സ്തോത്രം. ആ പ്രതിസന്ധികൾ നിന്നോടുകൂടെ പങ്കാളിത്തം വഹിക്കുന്ന, നിന്നോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ കാണുന്നത്. സ്തോത്രം. 4-മത്തെ കുറിപ്പിലേക്ക് വേഗം വരട്ടെ. 4-മത്തെ കുറിപ്പ്. സ്തോത്രം. നാം നമ്മുടെ ആവശ്യങ്ങൾ അവനോട് അറിയിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ ആവശ്യങ്ങൾ നാം അവനോട് അറിയിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇവിടെ കർത്താവിനോട് ഇവർ ആവശ്യം പറയുന്നില്ല, അവരെ രക്ഷിക്കാൻ അവർ പറയുന്നില്ല. പക്ഷെ കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ തെളിവെന്താ? ഞാനൊരു ഭാഗം ചൂണ്ടിക്കാണിക്കാം. യോഹന്നാന്റെ സുവിശേഷം. സ്തോത്രം. നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് ഈ ആഗ്രഹത്തെ അവരോട് പറയുന്നില്ലെങ്കിലും കർത്താവിൻ്റെ ചില ആക്ഷനുകൾക്കകത്തൂടെ കർത്താവ് തെളിയിക്കുന്നുണ്ട് ഇവർ കർത്താവിനോട് അവരുടെ ആവശ്യങ്ങൾ പറയണമെന്ന്. സ്തോത്രം. അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മർക്കോസിലാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 48-ാം വാക്യം നമ്മളിപ്പോൾ വായിച്ചതാണ്. സ്തോത്രം. മർക്കോസ് 6:48. ആ 48-ാം വാക്യത്തിന്റെ അവസാനത്തെ ഒരു സെന്റൻസ് ഉണ്ട്. അവിടെ കൊടുത്തിരിക്കുന്നത് അവരെ കടന്നു പോകുവാൻ അവൻ ഭാവിച്ചു എന്നാണ്. അവരെ കടന്നു പോകാൻ അവൻ ഭാവിച്ചു. ഞാൻ ചോദിക്കുന്നത്, ശിഷ്യന്മാര് തണ്ട് വലച്ചു വലയുന്നതും പ്രകൃതിക്ഷോഭത്തിൽ അകപ്പെട്ടതും കണ്ടിട്ടാണ് യേശു പർവ്വതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവരെ രക്ഷിക്കുകയല്ലേ വേണ്ടത്? അതെ. പക്ഷെ കർത്താവ് ചെയ്തത് എന്താ? അത് ചെയ്യാതെ അവരെ കടന്നു പോകാൻ ഭാവിച്ചു. എന്തിനായി കടന്നു പോകാൻ ഭാവിച്ചത്? അവർ അവനോട് ആവശ്യപ്പെടണം. എന്ത്? ഞങ്ങളെ രക്ഷിക്കണമെന്ന്. സ്തോത്രം. പത്രോസ് വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോൾ പത്രോസ് ആവശ്യപ്പെടുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട് കർത്താവിനോട്. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവനോട് അറിയിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അവൻ സർവജ്ഞാനിത്വമുള്ള ദൈവമാണ്. നീ പറയാതെ തന്നെ അവൻ അറിയാം. പക്ഷേ നാം അവനോട്, അവൻ്റെ സന്നിധിയിൽ അവനോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ 14, 15, 16 3 അധ്യായം നിങ്ങൾ വായിച്ചാൽ 6 പ്രാവശ്യം ഒരേ കാര്യം ആവർത്തിക്കുന്നുണ്ട്. അപേക്ഷിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് 6 പ്രാവശ്യം ഒരേ കാര്യം പറയുന്നത് അതത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇന്ന് രാവിലെ ദൈവാത്മാ പറയുന്നു, അത് വെറുതെ ദൈവം പറയാതെ തന്നെ എല്ലാം അറിയുന്നില്ലയോ എന്നൊക്കെ വെറുതെ ചില കാര്യങ്ങൾ പുലമ്പാതെ ദൈവസന്നിധിയിൽ നിന്റെ വിഷയങ്ങൾ നീ അറിയിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അറിയിച്ചാൽ അവൻ നിന്നെ മറികടന്ന് പോകത്തില്ല. എന്നാൽ ഇതേ ഒരു സംഭവം അവൻ കടന്നു പോകാൻ ഭാവിച്ചു എന്ന് പറഞ്ഞ ഇതേ ഒരു സംഭവം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കാണാം. എവിടാണ്? എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട് ഇതേ സംഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവിടെ അല്പം വ്യത്യസ്തമായിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ വിഷയത്തിൽ ലൂക്കോസ് 24:28 എൻ്റെ ഓർമ്മ. അവിടെയും പറയുന്നു അവരെ കടന്നു പോകുന്നതായി യേശു ഭാവിച്ചു. ഉടനെ അവരെന്ത് ചെയ്തെന്നറിയാമോ? പെട്ടെന്ന് യേശുവിനോട് പറഞ്ഞു, ഗുരു, ഞങ്ങളെ കടന്നു പോകരുത്, ഞങ്ങളുടെ കൂടെ ഇന്ന് രാത്രി പാർക്കണം. സ്തോത്രം. കണ്ടോ? അവനെ അവർ ഇൻവൈറ്റ് ചെയ്തു. അവൻ അവരോട് കൂടെ പാർത്തു, അത്താഴം കഴിച്ചു, വചനം പറഞ്ഞ് അവരുടെ ഹൃദയം തെളിയിച്ചു. സ്തോത്രം. ഇതാണ് കർത്താവ് നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവരിവിടെ കർത്താവിനോട് അവരുടെ ആവശ്യം പറഞ്ഞില്ല. അവരുടെ ഭയം നിമിത്തമായിരിക്കാം. പകരം
അവർ യേശുവിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഭൂതമാണെന്ന് പറഞ്ഞ് നിലവിളിച്ചു. കടലിൽ പ്രതിസന്ധി നിൽക്കുക, നാലായാമുക, മരിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, അത്ര പ്രതിസന്ധിയാ. അപ്പോഴും അവർ യേശുവിനെ അല്ല പ്രതീക്ഷിച്ചത്, ഭൂതത്തെയാ. സ്തോത്രം. നോക്കിക്ക്, ഇന്നത്തെ പെന്തക്കോസുകാർക്കെല്ലാം ബന്ധനവും കെട്ടും പോരാട്ടവും ഭൂതവും ഉള്ളൂ. കർത്താവിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾ വളരെ കുറവായി. ഇന്ന് രാവിലെ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, സ്തോത്രം, നിന്റെ പ്രതിസന്ധിക്കകത്ത് നിന്നെ തനിച്ചാക്കിയിട്ട് പോകുന്നവനല്ല, ഇറങ്ങി വന്ന് നിന്റെ കൂടെ പങ്കാളിത്തം വഹിക്കുന്ന ഒരു കർത്താവാണ്. സ്തോത്രം. പക്ഷേ ആ കർത്താവ് നിന്റെ അടുക്കൽ വരുമ്പം നിന്റെ ആവശ്യം നീ അവനോട് പറഞ്ഞാൽ നീ അത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. അങ്ങനെ പറഞ്ഞാൽ അവൻ മുഖം തിരിക്കുന്ന ദൈവമല്ല, വേഗം പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അഞ്ചാമത്തെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 4 കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് ചിന്തിച്ചു. 1, പ്രതിസന്ധികൾക്കകത്ത് ദൈവഹിതപ്രകാരം സഞ്ചരിച്ചാലും പ്രതിസന്ധി ഉണ്ടാകാം, പക്ഷെ അതിൽ കർത്താവ് ഇടപെടും. സ്തോത്രം. 2, നിന്റെ കഷ്ടത എത്ര വലുതാണെങ്കിലും അവൻ എത്ര ദൂരത്തിരുന്നും അത് കാണുന്ന ദൈവമാണ്. 3, നിന്റെ കഷ്ടതയ്ക്കകത്ത്, പ്രതിസന്ധിക്കകത്ത് ദൂരത്തിരുന്ന് കാണുന്നവൻ മാത്രമല്ല, നിന്നോടൊപ്പം ഇറങ്ങി വന്ന് പങ്കാളിത്തം വഹിക്കുന്ന ദൈവമാണ്. 4, നിന്റെ ആവശ്യങ്ങൾ നീ അവനോട് പറയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. നിന്റെ ആവശ്യങ്ങൾ നീ അവനോട് പറയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. 5-ാമത്തെ കാര്യം, അവൻ നമ്മിൽ ആരംഭിച്ചത് നിവർത്തിക്കാൻ ശക്തനാണ്. അവൻ നമ്മിൽ ആരംഭിച്ചത് നിവർത്തിക്കാൻ ശക്തനാണ്. നമ്മൾ വായിച്ച ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. സ്തോത്രം. അവിടെ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് അവരുടെ അടുക്കൽ വന്നപ്പോൾ സംഭവിച്ച കാര്യം. സ്തോത്രം. 21-ാമത്തെ വാക്യം, ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. എന്താ അതിന്റെ അർത്ഥം? ബേത്ശേദയിൽ നിന്ന് പുറപ്പെട്ടവർ കപർന്നഹൂമിലേക്ക് വരുമ്പോൾ അവർ എത്തുകയില്ലെന്നാണ് വിചാരിച്ചത്. കാരണം നടുക്കടലിൽ തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എത്തുകയില്ലെന്ന് ചിന്തിച്ച മധ്യത്തിൽ അവരെ കർത്താവോടെ എത്തിക്കുക. സ്തോത്രം. അങ്ങനെയെങ്കിൽ അവൻ നമ്മിൽ ആരംഭിച്ചത് നിവർത്തിക്കാൻ ശക്തനാണ്. ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. സ്തോത്രം. ദൈവാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. സ്തോത്രം. നിനക്ക് അടിസ്ഥാനമിട്ടത് ദൈവമാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ അവൻ അറിയാം. ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, അതേ, സങ്കീർത്തനം 138:8 സമാപ്തി വരുത്തുന്ന ദൈവം എന്നാണ് പറയുന്നത്. സമാപ്തി വരുത്തുന്ന ദൈവം. പ്രിയരെ, നിങ്ങളുടെ ശുശ്രൂഷയാകട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസമാകട്ടെ, ആത്മീക ഭൗതിക വിഷയമാകട്ടെ, ആരംഭിച്ചത്, നിങ്ങളെ കൊണ്ട് ആരംഭിപ്പിച്ച ദൈവമാണെങ്കിൽ വഴി പോരാട്ടം വരാം, കടലാക്രമണം ഉണ്ടാകാം, കടക്ഷോഭം ഉണ്ടാകാം, രോഗം വരാം, പ്രതിസന്ധി വരാം. നീ അതിൽ എത്തുകയില്ല, നിന്നെ എത്തിപ്പിക്കത്തില്ലെന്ന് പിശാച് എത്ര വാദിച്ചാലും നമ്മുടെ ദൈവം ഓൾമൈറ്റിയാണ്. അതുകൊണ്ടാണ് അവനെ നാം ദൈവം എന്ന് വിളിക്കുന്നത്. അവൻ നിന്നെ എത്തിക്കേണ്ട തീരത്ത്, എത്തിക്കേണ്ട ഡെസ്റ്റിനേഷനിൽ നിന്നെ ഭംഗിയായി കൊണ്ടെത്തിക്കാൻ എൻ്റെ ദൈവത്തിന് അറിയാമെങ്കിൽ ഇന്ന് രാവിലെ വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. പ്രതീക്ഷ മങ്ങുന്ന വഴിത്തലയ്ക്കൽ നീ അവസാനിക്കത്തില്ല. സ്തോത്രം. നിന്നെ അവൻ എത്തിക്കുന്നിടത്ത് എത്തിക്കും. കാരണം നിന്നിൽ ആരംഭിച്ചത് നിവർത്തിക്കാൻ അവൻ ശക്തനാണ്. സ്തോത്രം. എത്ര പേർ ഇന്ന് രാവിലെ സമയം ഈ ദൂത വിശ്വസിക്കുന്നുണ്ട്? ഈ 5 കാര്യങ്ങൾ ദൈവാത്മാവ് നിങ്ങളോട് ഒരടിക്കുറിപ്പായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, പാസേജുമായി ബന്ധപ്പെട്ട് പറയുന്നു. ഏത് പ്രതിസന്ധിക്കകത്തും, ദൈവഹിതപ്രകാരം സഞ്ചരിച്ച ഏത് പ്രതിസന്ധിക്കകത്തും അവൻ പ്രതിസന്ധികൾ വന്നാലും തടസ്സങ്ങൾ വന്നാലും ഇറങ്ങി വരുന്നവനാണ്. സ്തോത്രം. നിന്റെ ഏത് കഷ്ടതയും ദൂരത്തുനിന്ന് കാണുന്നവൻ. അവൻ കാണുക മാത്രമല്ല, നിന്നോടൊപ്പം ആ കഷ്ടതയിൽ പങ്കാളിത്തം വഹിക്കുന്നവൻ. നീ നിന്റെ ആവശ്യങ്ങൾ അവനോട് പറഞ്ഞാൽ അവൻ അതിനകത്ത് പ്രതിക്രിയ നടത്തുന്ന ദൈവമാണ്. മാത്രമല്ല, അവൻ നിന്നെ ആരംഭിപ്പിക്കുക മാത്രമല്ല, അവസാനിപ്പിക്കുവാൻ അവൻ ആൽഫ മാത്രമല്ല, അവൻ ഒമേഗയുമാണ്. സ്തോത്രം. അവൻ നിന്നെ ചില ഡെസ്റ്റിനേഷനിൽ കൊണ്ട് എത്തിക്കാൻ, ആരംഭിച്ചത് നിവർത്തിക്കാൻ അവൻ ശക്തനായ ദൈവമാണ്.
ഇന്ന് രാവിലെ സമയം ഇങ്ങനൊരു കർത്താവിനെ സേവിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് അതേ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വളരെ ക്ലിയറായിട്ട് ആഴമായിട്ട് ദൈവാത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. സ്തോത്രം. പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട് പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിരവധി പേരുടെ ഹൃദയത്തിന് ആശ്വാസവും ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനത്തിലൂടെ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ഹൃദയത്തെ കർത്താവ് ബ്ലസ് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനം ചിലരുടെ ഹൃദയം തുറക്കുവാൻ, ചിലർക്ക് ആശ്വാസമാക്കുവാൻ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ തിരികെ പ്രാപിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥന യാചനം കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ജാലത്തുമുള്ള സമശിഷ്ടങ്ങളോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയനിരിക്കും പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം, സമാധാനം. കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.